CPIM സഹയാത്രികനായ കെ പ്രേംകുമാർ LDF വിട്ട് അല്ലെങ്കിൽ LDF ആശയത്തിൽ നിന്നൊക്കെ മാറി UDF പാളയത്തിലേക്ക് പോകുന്നു എന്ന് കേൾക്കുന്നു. എന്ത് പറ്റി? അദ്ദേഹത്തെ ഒപ്പം നിർത്താനുള്ളൊരു ശ്രമം നടത്തിയില്ലേ? അല്ല, അങ്ങനെ ഒരു പരാതി നമ്മളുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടില്ല. നേരത്തെ അക്കാഡമിയുടെ മുഴുവൻ ചുമതല നൽകിയിരുന്നു. അപ്പോൾ പിന്നീട് കാലാവധി പൂർത്തിയായപ്പോഴാണ് പുതിയ ചെയർമാൻ വന്നത്. അപ്പോൾ അതിന് ശേഷവും അങ്ങനെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന നിലയിലേക്ക് പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഞങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ അത് പെട്ടതുമില്ല. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടാമായിരുന്നു അതിനകത്ത്. പക്ഷെ അങ്ങനെ ഒരു കോൺഗ്രസ്സിലേക്കൊന്നും പോകുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും ഇടത് സഹയാത്രികൻ എന്നുള്ള നിലയിൽ തന്നെ തുടരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ട്. അതിനിയും അടഞ്ഞിട്ടില്ല. ഏത് മാർഗവും അക്കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത്തരം ഒരു മുൻകൈ നമ്മളെടുക്കും. അല്ല, അത് സംസാരിക്കുന്നതുകൊണ്ടൊന്നും തടസ്സമില്ല. ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറ് തന്നെയാണ്. അങ്ങനെ ഇടപെടാനും ഞങ്ങൾ തയ്യാറ് തന്നെയാണ്. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമുണ്ട്. അതെ, നമുക്ക് സംസാരിക്കുന്നതിന് വേറെ തടസ്സമല്ല. ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏത് തരത്തിലുള്ള സംസാരം നടത്തുന്നതിനും ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. അങ്ങനെ സംസാരിച്ചാൽ തീരാവുന്ന ഒരു പരിഭവമേ അദ്ദേഹത്തിനുള്ളൂ എന്ന് കരുതുന്നുണ്ട്. ഞാൻ അത്രേ കരുതുന്നുള്ളൂ. കാരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാറ്റിയ സന്ദർഭത്തിൽ എന്നോട് ആലോചിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമേ അതിനകത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് ഓരോ നൽകുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാവുന്നതാണ്. അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ച സമയത്ത് പാർട്ടി അദ്ദേഹത്തുമായി ബന്ധപ്പെടാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അല്ല, ഞങ്ങളത് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ അന്നേരം കിട്ടിയില്ല. ഞങ്ങൾ തുടർന്നും ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. മറ്റൊരു കാര്യം, ഒരു പോലീസുകാരനെ SFI പ്രവർത്തകർ ആക്രമിച്ച ഒരു സംഭവം, അതിലെന്താണ് പാർട്ടിയുടെ ഒരു നിലപാട്? അല്ല, അത് തികച്ചും ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മളിത് പറയുമ്പം പോലീസിൽ ഗുണ്ടകൾ പാടില്ല. പോലീസിൽ യഥാർത്ഥത്തിൽ ആളുകളോട് മര്യാദയായി പെരുമാറുന്നവരായിരിക്കണം പോലീസിൽ. ഈ മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്നവർ പോലീസായാൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. ഇപ്പോൾ ഈ പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ മാനവീയം വീഥിയിൽ നടത്തിയിട്ടുള്ള ഇയാളുടെ ഒരു പരാക്രമവും പ്രശ്നങ്ങളും ഇന്ന് പൊതു സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. നേരത്തെ തന്നെ മറ്റു ചില ആളുകളുമായിട്ടുള്ള ഒരു അടി, അതിൻ്റെ പേരിൽ നിലവിൽ കേസ് നിലനിൽക്കുകയാണ്. പേട്ട സ്റ്റേഷനിൽ വളരെ മോശമായിട്ട് കുട്ടികളോട് പെരുമാറുകയും ഉപദ്രവിക്കുകയും ചെയ്ത കേസുണ്ട്. അതിനുശേഷം പരാതി കൊടുത്ത് അയാളെ തിരിച്ച് ക്യാമ്പിലേക്ക് മടക്കിയിരുന്നു. പിന്നീട് അതിനുശേഷം ന്യൂ ഇയറിന് കുട്ടികളെ നോക്കി വെച്ച് മർദ്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതെല്ലാം ഒരു മോശപ്പെട്ട സാഹചര്യമാണ്. ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. കയ്യിലിട്ടിരുന്ന സ്റ്റീൽ വള ഊരി കുട്ടികളെ ഇടിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമേ അക്കാര്യത്തിലുള്ളൂ. അപ്പോൾ അതിനു പകരം ഗുണ്ടകൾ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ വിദ്യാർത്ഥികളോട് പെരുമാറുന്ന ഒരു രീതി ശരിയല്ല. പോലീസിനകത്ത് മാന്യമായി പ്രവർത്തിക്കുന്നവരാകണം. ഇത്തരം ചില ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ പോലീസിൽ പാടില്ല. അത് തന്നെയാണ് പ്രധാനം. ഇന്നലെയും SFI പ്രവർത്തകർക്ക് നേരെ പ്രകോപനം ഉണ്ടാക്കിയത് ഈ പോലീസുകാരനാണോ? അല്ല, ഇന്നലെ ഇവർ തമ്മിൽ അവിടെ വെച്ച് കണ്ടു. ആ സംഭവങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു, സംസാരമായതിന് ശേഷമാണ് ഇപ്പോൾ ഇവർ 2-3 കുട്ടികളുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോഴാണ് പ്രകോപനപരമായി കയ്യിൽ കിടന്ന സ്റ്റീൽ വള വലിച്ചൂരി നന്നായിട്ട് ഇടിക്കുന്ന പടം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മാന്യമായി പെരുമാറണം എന്നുള്ളതാണ്. ഇപ്പുറത്തെ SFIക്കാരെ സംബന്ധിച്ചിടത്തോളവും മാന്യമായിട്ടും അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഈ പോലീസുകാരനെതിരെ കടുത്ത ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുകയും 4 SFI പ്രവർത്തകർക്കെതിരെ ആ തരത്തിലുള്ളൊരു വകുപ്പുകൾ ചുമത്താതിരുന്നതും ചർച്ചയാകുന്നുണ്ട്. അല്ല, പോലീസുകാരെ യഥാർത്ഥത്തിൽ ഈ 4 പേര് പുറകെ നടന്ന് അസഭ്യം പറഞ്ഞു എന്നാണ് ഇയാളുടെ മൊഴിക്കനുസരിച്ചാണല്ലോ കേസെടുക്കുന്നത്. അപ്പോൾ SFIക്കാർ എൻ്റെ പുറകെ നടന്ന് എന്നെ പ്രകോപിപ്പിച്ച് എന്നെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ പോലീസുകാരൻ്റെ മൊഴി.
അതേസമയം SFIക്കാരെ സംബന്ധിച്ചിടത്തോളം വള ഊരി ഇടിക്കുകയാണ് ചെയ്തത്. അതിനെ സംബന്ധിച്ച മൊഴിയാണ് കൊടുത്തത്. സോ അതിൻ്റെ ദൃശ്യവുമുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും ഏത് പോലീസ് ഓഫീസർക്കും ഇത് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി പോലീസ് എന്നുള്ള നിലയിൽ അതിന് അനുയോജ്യമായിട്ടുള്ള സെക്ഷൻ അവർ കുറവ് ചെയ്യുകയോ ഇടാതിരിക്കുകയോ ചെയ്താൽ ഞങ്ങൾ കോടതിയിൽ പോകും. കാരണം അത് വിഷ്വലുണ്ട്. ഇയാൾ വള ഊരി ഇടിക്കുന്നത് അതൊരു യഥാർത്ഥത്തിൽ ഒരു ഇരുമ്പ് സാധനം കൊണ്ട് ഇടിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ വന്നാൽ നമ്മൾ കോടതിയിൽ പോകും. ഈ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ കേസിൽ ഈ പോലീസുകാരൻ ആ സേനയിലിരിക്കാൻ യോഗ്യനാണോ? യഥാർത്ഥത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇയാൾ സർവീസിൽ കയറിയതിന് ശേഷമുള്ള ഹിസ്റ്ററി പരിശോധിക്കണം. എത്ര കേസുകളായി എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. മുമ്പും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ആളുകൾ കയറി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസുകാരൻ്റെ സർവീസിൽ കയറിയതിന് ശേഷമുള്ള പ്രവർത്തനം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടെന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. പരിശോധനയ്ക്ക് ശേഷം പുറത്താക്കേണ്ട ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ പോകണം. സീരിയസ് ആയിട്ട് അത് നോക്കണം. അങ്ങനെ ഈ മോശപ്പെട്ട പ്രവർത്തനം നടത്തുന്നവർ വന്നാൽ വലിയ മോശമായിരിക്കും പോലീസ് സേനയ്ക്ക് ഉണ്ടാവുക. അത് പോലീസ് പരിശോധിക്കപ്പെടേണ്ടതാണ്. രണ്ട് വിഷയങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒന്ന് പ്രേംകുമാർ, ഒന്ന് SFI. രണ്ട് വിഷയങ്ങളിലും പാർട്ടിയുടെ നിലപാട് സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ CPIMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയി വ്യക്തമാക്കിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.